റാന്നിയിലെ വെള്ളം കയറി നശിച്ച ആ കടകൾ ഒരു കട പോലും സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ക്യാമ്പുകളൊന്നും തന്നെ മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല. സെലക്ട് ചെയ്ത ചില ക്യാമ്പുകൾ, ഏറ്റവും ആൾ കുറവ് ഉള്ള ക്യാമ്പുകൾ നോക്കിയാണ് സന്ദർശനം നടത്തിയത്. അത് വലിയ രോക്ഷമാണ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ക്യാമ്പുകളിൽ വന്നിട്ടുള്ള കുറവ് പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്ന കാര്യമാണ്. ഞങ്ങളൊക്കെ പല ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ വലിയ കുറവാണ്. അവിടെ അരി പച്ചക്കറി കൊണ്ട് തള്ളിയിട്ട് പോയിരിക്കുകയാണ്. നാട്ടുകാരാണ് പല വ്യഞ്ജനങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പല ക്യാമ്പിലും വൈദ്യുതി പോലും എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെന്നൊരു ക്യാമ്പിൽ 319 പേരുണ്ട്. അവിടെ ആകെയുള്ളത് 2 ടോയ്ലറ്റാണ്. എന്നുവെച്ചാൽ ഒരു ടോയ്ലറ്റ് 155 ആളുകളാണ് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നേരത്തെ അവിടെ ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ബയോ ടോയ്ലറ്റുകൾ ആ ദിവസം തന്നെ അവർ ചെല്ലുന്ന ഓപ്പൺ ചെയ്യുന്ന ദിവസം തന്നെ ബയോ ടോയ്ലറ്റുകൾ അവിടെ കൊണ്ടു ചെല്ലുമായിരുന്നു. ഇന്നലെ 5ാം ദിവസമാണ് ഇപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ബയോ ടോയ്ലറ്റുകൾ ഞങ്ങൾ എത്തിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മോണിറ്ററിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ മോണിറ്ററിങ് കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ തിരുവല്ല എത്തിയപ്പോൾ തന്നെ അവിടെ 500 ആളുകളുള്ള 400 ആളുകളുള്ള ക്യാമ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കഴിയണമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഇപ്പോൾ 2500-ലധികം ആളുകളാണ് എഴിക്കാട് കുറിച്ചുമുട്ടം പ്രദേശങ്ങളിലുള്ളത്. ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ അവിടെ 500-ലധികം ആളുകളെ ക്യാമ്പിൽ വന്നിട്ടുള്ളൂ. കാരണം ക്യാമ്പിൻ്റെ അസൗകര്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? 5 കുടുംബങ്ങളിൽ കൂടുതലുള്ള അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഔദ്യോഗിക ക്യാമ്പായി പ്രഖ്യാപിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ ചെറിയ സഹായമാണെന്നുണ്ടെങ്കിലും അവിടെ കിട്ടും. അവിടെ ലൈബ്രറികളിൽ താമസിക്കുന്നു, അംഗനവാടികളിൽ താമസിക്കുന്നു, പല വീടുകളിൽ താമസിക്കുന്നു. കൂട്ടത്തോടെ ബാക്കിയുള്ള ആളുകൾ അങ്ങനെയാണ് താമസിക്കുന്നത്. അതൊന്നും ഔദ്യോഗിക ക്യാമ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും റവന്യൂ വകുപ്പും ചേർന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കടമ. ഞങ്ങൾ ഇപ്പോൾ മൂഴിയാർ അണക്കെട്ട് തുറന്നു വിട്ട് നിറഞ്ഞു കിടന്ന പമ്പയുടെ മണ്ടയ്ക്ക് അതുകൂടെ വന്നപ്പോൾ ഒരു പ്രഹരശേഷി, അതിന് മുന്നറിയിപ്പില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ 2ാമത് മൂഴിയാർ അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ അവിടെ മുന്നറിയിപ്പ് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് രാത്രി 1 മണി മുതൽ വെളുപ്പിനെ 4 മണി 5 മണി വരെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും റവന്യൂ വകുപ്പ് മുൻകൈ എടുത്ത് അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പം ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഈ ദുരന്തബാധിത യഥാർത്ഥ പ്രശ്നം, ഇപ്പോൾ റാന്നിയിൽ വരുമ്പോൾ അവിടെ ആദ്യം എത്തേണ്ടത് കോടാനുകോടികളുടെ നഷ്ടമുണ്ടായ ഇട്ടിയപ്പാറ ടൗണിലായിരുന്നു. കാരണം അതിൻ്റെ ഒരു നിവേദനത്തിലൂടെ അല്ല അത് മനസ്സിലാക്കേണ്ടതും നേരിട്ടായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത്. പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ചെല്ലുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പിലെങ്കിലും പങ്കെടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ദുരിതം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണ LDF ഭരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷം എടുത്ത ഒരു നിലപാട് ഞങ്ങൾ ഒരിക്കലും എടുക്കത്തില്ല. ഇപ്പോൾ ക്യാമ്പുകളിൽ മുഴുവൻ നമ്മുടെ DYFA പ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നിറഞ്ഞു നിൽപ്പുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളവിടെ പോകാതിരിക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങനെയല്ല, ആ സമീപനമല്ല. വെള്ളപ്പൊക്കം ഉണ്ടായ പുലർച്ചെ 4 മണി മുതൽ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിലാണ്. ഗവൺമെൻറ് എത്തിക്കാത്ത സാധനങ്ങൾ മുഴുവൻ നമ്മൾ സന്നദ്ധ ആളുകൾ അടുക്കൽ നിന്നും വാങ്ങി അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ ഫണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എടുത്ത സമീപനം എന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ പാടില്ല. ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയോ? ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭൂരിപക്ഷം കിട്ടി, ജയിച്ചു, ഗവൺമെൻറ് ഉണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ദേശദ്രോഹപരമായ പ്രസ്താവനകൾ മുമ്പ് നടത്തിയിരുന്നു. അത് വിഴുങ്ങാനുള്ള നല്ലൊരു സമയം കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ഫണ്ട് കൊടുക്കരുത് എന്ന് ലോകത്തിലാദ്യമായിട്ട് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം ഈ അഭ്യർത്ഥന നടത്തുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും ജനങ്ങളോട് പറയില്ല. ഞങ്ങളതിനെ 100% സ്വാഗതം ചെയ്യുന്ന ആളുകളാണ്. കാരണം
ഈ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ജില്ലയിലേക്ക് വരാൻ വൈകി, അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളത്. ഇന്നലെ വന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി എന്ന് പറയുന്നത് CPM ജില്ലാ കമ്മിറ്റിയുടെ ഡേറ്റ് നോക്കിയല്ല താനോട് വരേണ്ടത് എന്നുള്ള ഒരു മറുപടിയാണ് CPM ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹം നൽകിയത്. CPM ജില്ലാ കമ്മിറ്റിയോട് അദ്ദേഹം കോപിക്കും. കാരണം ഈ മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്നു എന്നുള്ള വാർത്ത ലോകത്തെ അറിയിച്ചത് ഞങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്ഷോഭിക്കും. 3 ദിവസം ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ ഈ കുറവുകൾ ഉണ്ടാവത്തില്ലായിരുന്നു. വലിയൊരു അളവ് വരെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ആ 3 ദിവസം അദ്ദേഹം എവിടെ എന്ന് ചോദ്യം ഉയർത്തുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ക്ഷോഭിക്കും. ഞങ്ങളല്ല അതിശയപ്പെടുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുക, കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുക. അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു സന്മനസ് ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി തന്നെ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കണോ? കാരണം അടൂരിലെ MLA വരെ ജില്ലാ അവലോകന യോഗത്തിലേക്ക് വിളിച്ചു, പക്ഷേ കോന്നി MLA വിളിച്ചിട്ടില്ല. അതായത് ഞാൻ ആദ്യ ദിവസം തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുക. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണെങ്കിലും വരുന്ന മന്ത്രിമാർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരെയും അറിയിക്കുക. കാരണം ദുരന്തം നേരിടേണ്ടത് നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങളതിനെ ബഹിഷ്കരിക്കുന്നവരല്ല, ഞങ്ങൾ സഹകരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോന്നി MLA ജനീഷ് കുമാറിനെ വിളിക്കേണ്ടതല്ലേ? അദ്ദേഹം ആകാശത്ത് നിന്ന് നൂല് കെട്ടിയിറങ്ങിയതല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ആണ്. കോന്നി അസംബ്ലി മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് തന്നെ 4 ഏക്കർ സ്ഥലം ഒലിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുഴുവൻ ഓടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിക്കാതിരുന്നത് വളരെ ഒരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി അറിയാത്തതുകൊണ്ടാണോ? പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനീഷ് കുമാർ MLA മാത്രം വിളിക്കാതിരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കോന്നി MLA അതെ, അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതപ്പം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ MLA ആയ ജനീഷ് കുമാറിനെ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ സന്ദർശനം അറിയിക്കാതിരുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കരുത്. ഇത് ദുരന്തമാണ്. അല്ല, ഇന്നത്തെ ജില്ലാ കളക്ടർ SP അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ക്ഷണിക്കാതെ കല്യാണത്തിന് പോയ അവസ്ഥയായിരുന്നു. കാരണം അവരൊക്കെ മാറി നിൽക്കുമായിരുന്നു. അതെ 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 അത് അവർക്ക് കയറാൻ ഒരു സ്പേസ് വേണം. കാരണം ഇവിടെ ഈ പ്രവർത്തകരെല്ലാം കൂടി ഇടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കയറാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അവരെ ഇപ്പം ജില്ലാ കളക്ടർമാരുടെ തലയിൽ വെക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ജില്ലാ കളക്ടർമാരുടെ തലയിലൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഈ കേരളത്തിലെ ജില്ലാ കളക്ടർമാർ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. ആ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥലത്തില്ലാത്തപ്പോൾ ഈ ജില്ലാ കളക്ടർമാർ എന്താ ചെയ്യുക? അല്ല, ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ എന്താ ചെയ്യുക? പരിമിതിക്കുള്ളിൽ നിന്നാണെങ്കിൽ അവരൊക്കെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം സർക്കാർ തന്നെയാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാൻ ദയവ് ചെയ്ത് മുഖ്യമന്ത്രി തയ്യാറാവരുത്. അദ്ദേഹം 3 ദിവസം ഇല്ലാതിരുന്നതിൻ്റെ ക്ഷീണം എന്ത് പറഞ്ഞാലും മായ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹം ഉണർന്ന് പ്രവർത്തിക്കണം. മിനിറ്റുകൾ, കാരണം ഇവിടെ ദുരന്തമുഖങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് മിനിറ്റുകൾക്ക് വെച്ചാണ്. ഉയരുന്ന ഓരോ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിർദ്ദേശം നൽകണം. ഞാൻ വല്ലന ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാർ വന്നു, ജോയിന്റ് ഡയറക്ടറും പഞ്ചായത്തും ഒക്കെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ കൈമലത്തി. കാരണം നിർദ്ദേശം വന്നിട്ടില്ല. അതാണ് പ്രശ്നം. പണം എവിടെയാണ് കൊടുത്തത്? പണം കൊടുത്തിരുന്നെങ്കിൽ ഈ ക്യാമ്പുകളിൽ ഇന്നലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ അലക്സ് നീർവിളാകത്ത് പറഞ്ഞല്ലോ, ക്യാമ്പിലൊന്നുമില്ല, ദുരിതമുള്ള ക്യാമ്പിലേക്ക് ആളുകൾ പോകാൻ മടിക്കും. അപ്പം ആളുകൾക്ക്, വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. അവരെ അംഗീകൃത ക്യാമ്പ് അംഗങ്ങളാക്കാൻ സർക്കാർ തയ്യാറാവണം. അതെ, ഫേക്ക് ഐ ഡിയിൽ വാടകയ്ക്കെടുത്ത ആളുകൾ കുറേ എന്നെ വന്ന് ചീത്ത വിളിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിന് ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ നല്ല മറുപടി നൽകിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ രോഷാകുലരാണ്, പ്രത്യേകിച്ച് റാന്നി ഭാഗങ്ങളിൽ. കാരണം അനൗൺസ്മെൻറ്റ് പണ്ട് മുതൽ ഏത് അണക്കെട്ട് തുറന്നു വിട്ടാലും പ്രളയകാലത്തിൽ അനൗൺസ്മെൻറ്റ് നടത്തും.
പ്രളയകാലം അല്ലെന്നുണ്ടെങ്കിൽ പത്രങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകും. ഇപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പത്രങ്ങൾ എടുത്തു നോക്കൂ, ടെലിവിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അണക്കെട്ടുകൾ ഏത് ചെറുത് അണക്കെട്ട് വലിയ അണക്കെട്ട് ഏത് അണക്കെട്ടാണെങ്കിലും തുറന്നു വിടുമ്പോൾ മുന്നറിയിപ്പ് നൽകും. ആ മുന്നറിയിപ്പ് ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം KSEB കൂടി ഇടപെടേണ്ട ഒരു പ്രശ്നമാണ്. അതായത് KSEBയുടെ അണക്കെട്ടുകളിൽ മാത്രമേ നമുക്ക് ഇപ്പം സർക്കാർ നിയന്ത്രണമുള്ളൂ. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ 3 അണക്കെട്ടുകൾ സ്വകാര്യ അണക്കെട്ടുകളാണ്. സ്വകാര്യ വൈദ്യുതി കമ്പനികളാണ് അവിടെ നടത്തുന്നത്. ഒന്ന് അള്ളുങ്കൽ അയ്യപ്പ നിലയം, 2 കാരികേയം അയ്യപ്പ നിലയം, 3 മണിയാർ എന്തായാലും തുറന്നു വെച്ചിരിക്കുകയാണ്, അറ്റകുറ്റപ്പണി നടക്കുകയാണ്. ഈ കാരികേയത്ത് ഏതാണ്ട് 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ഒരു അണക്കെട്ടാണ്. തീരെ വലിപ്പത്തിൽ അല്പം ചെറുതാണെങ്കിലും 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ശേഖരിക്കാൻ പറ്റുക. അപ്പോൾ മുകളിലത്തെ അണക്കെട്ട് മൂഴിയാർ അണക്കെട്ട് തുറന്നപ്പം ആരെ അറിയിക്കാതെയാണ് ഈ കാരിക അണക്കെട്ടും തുറന്നു വിട്ടത്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഒരു പത്രങ്ങളിൽ കൊടുക്കേണ്ട, ദുരന്ത നിവാരണത്തെ അറിയിക്കേണ്ട, ആരെ അറിയിക്കേണ്ട. അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം ആ അണക്കെട്ടുകൾ അവരുടെ കരാറ് പ്രകാരം 30 വർഷം പ്രവർത്തിച്ചോട്ടെ, പക്ഷേ അത് അവരുടെ പ്രവർത്തനം സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ദുരന്ത നിവാരണം അറിഞ്ഞില്ലെങ്കിൽ, ജില്ലാ കളക്ടർ അറിഞ്ഞില്ലെങ്കിൽ ഇതിലും കൊടിയ വലിയ ദുരന്തം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. അതിന് സർക്കാർ തീർച്ചയായിട്ടും ഇടപെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.